ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ ലവ് ലെറ്റർ പരിപാടി ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയായിട്ട് ഏറ്റു. ഞാൻ പറഞ്ഞില്ലേ ആശാനെ, ഈ പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവം. അത് കറക്റ്റ് ചേർക്കേണ്ട അളവിൽ ചേർത്ത് അങ്ങോട്ട് കൊടുത്താണ്ടല്ലോ, പിന്നെ ഒരു ശക്തി അതിനെ വേർപെടുത്താനാവില്ല ആശാനെ. അതാണ് ഞാനിപ്പോ അത് അനുഭവിക്ക. അല്ല, എനിക്കൊന്നും അനുഭവിക്കാനുള്ള യോഗമില്ലെന്ന് പറയായിരുന്നു. അല്ല, നിന്റെ ആ കത്തില്ലേ, നീ ആ ജയശ്രീക്ക് കൊടുത്ത കത്തേ, അതിന് മറുപടി കിട്ടിയായിരുന്നു? അത് പറയാം. ഏട്ടത്തമ്മി കൊടുത്ത കത്തിന്റെ കാര്യം എന്തായി? കൊടുത്തപ്പോ തന്നെ മറുപടി കിട്ടിയില്ലേ? പിന്നെ ആ സെക്കൻഡിൽ തന്നെ കിട്ടി. ദേ വായിച്ചോക്ക്, ആ കത്തോട് കിട്ടിയ മറുപടിയാ. ഇംഗ്ലീഷാ? അപ്പൊ ആശ വായിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ മറുപടി വന്നേ? ഞാൻ ഒരൊറ്റ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ഇതെന്റെ കയ്യിൽ കിട്ടിയപ്പോഴേ എന്റെ പണി അങ്ങോട്ട് പോയി, മനസ്സിലായേ? അതാണ് ഞാൻ നിന്നെ വന്ന് അങ്ങോട്ട് കാണിച്ചതേ. അതെന്തിനാ ആശാനെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചത്? എന്റെ പണിയും കൂടെ കളയാനാ? എന്റെ പണി പോയ സ്വാഭാവികമായിട്ട് നിന്റെ പണിയും പോവില്ലോ. ഇങ്ങോട്ട് എടാ, രാമേട്ട 2 മാസം ലീവ് വേണ്ടിട്ട് പണ്ടാ അങ്ങ് വന്നു. അതാ ആശാനെ, ഇനി ഈ പേപ്പർ വേറെ ആരെയും കാണിക്കില്ല ആശാനെ. വെറുതെ എന്തിനാ മറ്റുള്ള ശാപം കൂടെ നമ്മളായിട്ട് വാങ്ങിച്ചു കൂട്ടുന്നത്? ആശാന്റെ ഓട്ടോശ്രീയെ ഉത്തരവാദിത്തോടെ തിരിച്ചേൽപ്പിക്കുകയാണ് ആശാനെ. അപ്പൊ ഇനി എന്താ, നീ ഓടുന്നില്ലേ? ഞാൻ ഓടി ആശാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് പിന്നെ എന്തു പണിക്കും പോവാലോ. ഈ ഓടി നടന്ന് പല പണിയും പഠിച്ചോണ്ടേ ഏത് പണിക്കും ധൈര്യത്തോടെ പോയി നിൽക്കാം. അതുപോലെയല്ലോ ആശാൻ. ആശ ഓടിക്കോ. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? അത് പിന്നെ ഉണ്ടാവുമല്ലോ ആശാനെ. കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം ഈ സ്ത്രീ എന്റെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് മാറിയതല്ലേ. ഞാൻ ഇതിന് ദിവസം കുളിപ്പിക്കും, പിന്നെ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ടിട്ട് തൊടിയിക്കും, ചന്ദനം തൊടിയിക്കും. ഇനിയിപ്പോ അതൊന്നും വേണ്ടല്ലോ, ഏതെങ്കിലും സൈറ്റിൽ കയറാം. അത് നിന്നെ പിരിയണമെന്ന് ഓർത്തിട്ടായിരിക്കും എന്റെ ഓട്ടോശ്രീക്കുണ്ടൊരു സങ്കടം, അല്ലടേ? അതിപ്പോ ചിലപ്പോ നീ ഇവിടെ പൊന്നുപോലെ നോക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ നീ തന്നെ അങ്ങ് നോക്കിയാ മതി. അല്ല കേട്ടാ ആശാനെ. അപ്പൊ ആശാൻ അതൊക്കെ അങ്ങോട്ട് നടന്നോളൂടാ. പിന്നെ ഈ ഓട്ടോ ഓടിച്ചിട്ട് നിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ തീരുന്നുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷം തരുന്ന കാര്യമല്ലേ. എന്റെ സന്തോഷത്തിന് ഈശ്വരൻ മറ്റെന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. വരട്ടാ.